ഈ കാലഘട്ടത്തെ ഒരുപാട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയുടെ മേഖലയുണ്ട്, ഒരു പൈശാചിക അരൂപിയുണ്ട്. ആ അരൂപിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ആ അരൂപിയിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടണം എന്ന് നമ്മൾ ഈ സമയം ധ്യാനിക്കുകയും പോവുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള വചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരമേ, തുരുമ്പ് പിടിച്ച പാത്രമേ, തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ, നിനക്ക് ദുരിതം. പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷ്ണം കഷ്ണമായി അതിൽ നിന്ന് കോരിയെടുക്കുക. അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. അവളത് വെറും പാറമേലാണ് ഒഴുക്കിയത്. മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവളത് നിലത്തൊഴിച്ചില്ല. എൻ്റെ ക്രോധം ഉണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം. വിറക് കൂമ്പാരം ഞാൻ വലുതാക്കും. വിറക് കൂട്ടി തീ കൊളുത്തുക. മാംസം നന്നായി വേവിക്കുകയും ചാറു വറ്റിക്കുകയും ചെയ്യുക. എല്ലിൻ കഷ്ണങ്ങൾ കരിയട്ടെ. പാത്രം ശൂന്യമാക്കി തീ കനലിന്മേൽ വയ്ക്കുക. അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രയത്നം വിഫലമാണ്. അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല. നിൻ്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിൻ്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിൻ്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധയാവുകയില്ല. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു, അത് പൂർത്തിയാക്കും. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയില്ല. നിൻ്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ നമ്മിലേക്ക് ഒഴുകപ്പെട്ടതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യം നമ്മളിപ്പോൾ ഒന്ന് കേൾക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇന്നും ദൈവം തൻ്റെ അതിസ്വാഭാവികമായ അനുഗ്രഹങ്ങൾ സഭാ കൂട്ടായ്മയിൽ ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നുവോ, പരിശുദ്ധ അമ്മയെപ്പോലെ അല്ലെങ്കിൽ രക്തസ്രാവക്കാരിയെപ്പോലെ ഒക്കെ വിശ്വസിക്കുന്നു, ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഈ കൃപ കൊടുക്കുന്നത് കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അമ്മയിലേക്ക് കൃപയ്ക്ക് മേൽ കൃപ എന്ന് വെച്ചാൽ ഈശോ തന്നെ വന്ന് നിറയുന്നത് കാണാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ട് നമ്മിലേക്കൊക്കെ ദൈവത്തിൻ്റെ കൃപയൊഴുകണം വെച്ചാൽ ആ വിശ്വാസമാണ്, ഉറച്ച ഈശോയിലുള്ള വിശ്വാസമാണ്. ഒരു വലിയ വിശ്വാസമാണ് നമ്മളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് ആമുഖമായിട്ട് നമ്മളൊരു അത്ഭുത സാക്ഷ്യം കേൾക്കുകയാണ്. എൻ്റെ പേര് ബിന്ദു. ജീവിക്കുന്ന ദൈവമായ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതിന് സാക്ഷി നൽകാനാണ് ഞാനിത് എഴുതുന്നത്. വർഷങ്ങളായി എൻ്റെ 2 കാലുകളിലും സോറിയാസിസ് എന്ന രോഗം ബാധിച്ചിരുന്നത് മൂലം ഞാൻ വളരെയേറെ മാനസിക വ്യഥ അനുഭവിച്ചിരുന്നു. ഉത്ഥിതനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുള്ള അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 17 മാസമായി ഞാൻ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷകളിൽ വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റോസാമിശിക മാതാവിനോട് ഞാൻ എല്ലാ ശനിയാഴ്ചകളും വരുമ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയിലെ കൃപാഭിഷേക കൺവെൻഷനിൽ ദിവികാരൻ്റെ ആരാധന നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ ദുരവസ്ഥ സമർപ്പിച്ച് വിശ്വാസത്തോടും കണ്ണീരോടും കൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. 2 സോറിയാസിസ് രോഗികളെ കർത്താവ് തൊടുന്നു. അതിലൊരാൾ ഞാൻ തന്നെയായിരുന്നു. ആ നിമിഷം തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു ശക്തി വന്ന് ആഞ്ഞടിക്കുന്ന അനുഭവമുണ്ടായി. ആ നിമിഷം മുതൽ എൻ്റെ സോറിയാസിസ് എന്ന രോഗം എന്നിൽ നിന്ന് നീങ്ങിപ്പോകാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടു. കർത്താവിന് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നുവെന്ന് ആൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. മരുന്നോ ലേപനോ അല്ല, ഔഷധവുമല്ല, എൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന മക്കളിലേക്ക് സൂപ്പർനാച്ചുറലായിട്ടുള്ള അതിസ്വാഭാവികമായ അനുഗ്രഹങ്ങൾ ഒഴുകും. അതാണ് കൃപ. കൃപയെന്ന് പറയുന്നതിൻ്റെ കാരണം അത് ദൈവം നൽകുന്നത്, അത് മനുഷ്യൻ്റെ കഴിവിലല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിലുള്ള പരിമിതങ്ങളുള്ളതാണ്. പക്ഷേ ദൈവം തരുന്ന കൃപയാണ്. ഈ മകള് ഒരുപാട് ചികിത്സ നടത്തിയിട്ട് ഭേദമാകാതിരുന്ന രോഗം പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുന്നു. ആരാധന സമയത്ത് കർത്താവ് തൻ്റെ കൃപ ആ മകളിലേക്ക് ഒഴുക്കിക്കൊടുത്തു. ഇന്ന് നാം കേട്ട വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് എസെക്കിയേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള വചനമാണ്. അവിടെ ഒരു വലിയൊരു ഒരു പ്രത്യേകപരമായൊരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ എസെക്കിയേൽ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അതായത് പാത്രത്തിൽ അവർ ഇറച്ചി കഷ്ണങ്ങൾ, മാംസ കഷ്ണങ്ങളൊക്കെ എടുത്തിടുക, അതിൻ്റെ എല്ലൊക്കെ ഇട്ടിട്ട് അത് ശരിക്കും അതുകൊണ്ട് കരിക്കാൻ പറയാം.
അടുപ്പത്ത് വെച്ച് കറി. അതിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ് പറയുക, ഈ പാത്രം ഒരു ചെമ്പ് പാത്രമാണ്, ഈ ചെമ്പിന് ക്ലാവുണ്ട്. പലതരത്തിൽ ഈ ക്ലാവ് കളയാൻ നോക്കിയപ്പോൾ കളയാൻ പറ്റാതെ നോക്കിയപ്പോൾ അവസാനം അവരെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഭവമാണ് പറയുക, ഒരു അടയാളം കാണിക്കുക. അപ്പോൾ ഇതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഏത് ക്ലാവും അത് മാഞ്ഞു പോകണം. ക്ലാവ് പോയിട്ട് ആ ചെമ്പ് പാത്രം നല്ല തിളക്കത്തോടെ നല്ല വിശുദ്ധിയോടെ വരേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തു. പറയുന്നത് പല വിധത്തിൽ പല സംഭവങ്ങളിലൂടെ കൊണ്ടുപോയിട്ടും ഇതിന് ശുദ്ധീകരണം ഉണ്ടാകുന്നത്, ഇതിൻ്റെ ക്ലാവ് മാറുന്നില്ല. ശരിക്കും ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുണ്ട്. ഈ എല്ലും കഷ്ണം അല്ലെങ്കിൽ മാംസ കഷ്ണം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കുന്നത് നല്ലതാണ്. ഇസ്രായേൽ ജനം തകർന്നു പോകുന്നൊരു കാലഘട്ടമുണ്ട്, ബാബിലോൺ അടിമത്ത കാലഘട്ടം. ആ നാളുകളിൽ അവർ ഭക്ഷണത്തിന് അവർ മണ്ണ് വാരി കഴിച്ചെന്ന് പോലും ചരിത്രം പറയുന്നു. അത് കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്ക് ഇരവെടുത്തത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിങ്ങനെ സംഭവം. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരുപാട് തകർച്ചകൾ ദൈവം കൊടുത്തു, ഒരുപാട് തീ പൊള്ളുന്ന അനുഭവങ്ങൾ കൊടുത്തു. അത് കൊടുത്തത് മറ്റൊന്നുമല്ല, ഇവരുടെ അടുത്തേക്ക് ദൈവത്തിന് വരാൻ വേണ്ടിയാണ്, ഇവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, വിശുദ്ധിയുള്ള ഒരു ജനതയാക്കി മാറ്റാൻ വേണ്ടിയാണ്. വിശുദ്ധി എന്ന് വെച്ചാൽ ബൈബിൾ പറയുമ്പോൾ വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവചനം അനുസരിക്കുന്നവരാക്കി മാറ്റുക. ദൈവവചനത്തെ വിശ്വസിക്കുന്ന പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന തിരുവചനങ്ങളെ അതേപടി വിശ്വസിക്കുന്നവരാക്കി തീർക്കുക. പക്ഷേ അവർ വിശ്വസിക്കില്ല, അവർ താന്താങ്ങളുടെ വഴിയിലൂടെ പോവുകയാണ്. അവർ വിജാതി വിഗ്രഹങ്ങളെ ആരാധിക്കുക. ബാലിൻ്റെയും അക്ഷേരയുടെയും ഒക്കെ വിഗ്രഹങ്ങൾക്ക് ഇവർ ബലികൾ അർപ്പിക്കുന്നു, മാംസ കുരുതികൾ വെച്ചാലും മനുഷ്യക്കുരുതികൾ നടത്തുന്നു. അതുപോലെ തന്നെ വളരെ മ്ലേച്ഛകരമായ പാപങ്ങൾ, പറയാൻ പോലും കൊള്ളില്ലാത്ത തിന്മകൾ അവരെന്നപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം വീണ്ടും അവർക്ക് തകർച്ചകൾ കൊടുക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചകളെക്കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയിലെ കാലഘട്ടങ്ങൾ മുഴുവൻ, ആദ്യത്തെ ഈജിപ്തിലെ മരുഭൂമിയുള്ള കാലഘട്ടവും ബാബിലോണിൻ്റെ അടിമത്ത കാലഘട്ടവും ദൈവം അനുവദിച്ചതാണെന്ന് ജെറമ്യായും യെശയ്യായും അതുപോലെ എസെക്കിയേൽ പ്രവാചകനും പറഞ്ഞു. ദൈവം അവരെ ദുരിതം നിറഞ്ഞ വേദന നിറഞ്ഞ ശരിക്കും അടുപ്പത്ത് ഇട്ടുകയാണ്, പാത്രത്തിൽ അവരിട്ട് അതുപോലെ തീ പൊള്ളുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ എന്നിട്ടും ഇവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ചില കുടുംബങ്ങൾ, ചില ആളുകൾ ഒരുപാട് തകർന്ന മനുഷ്യൻ, മദ്യപിച്ച് ആ മനുഷ്യൻ നശിച്ചു, അദ്ദേഹം മൂലം അദ്ദേഹത്തിൻ്റെ മകൻ നശിച്ചു, മകൾ നശിച്ചു, ഭാര്യ നശിച്ചു, കുടുംബം മുഴുവൻ. പക്ഷെ എന്നിട്ടും ഇത്രയേറെ തകർച്ചകൾ വന്നിട്ടും ഈ ദൈവത്തിലേക്ക് തിരിച്ചു വരാതെ നിൽക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കടബാധ്യതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നിട്ടും ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചിട്ടും ആ ഒരു വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ നോക്കിയാണ് ഈ വചനം പറയുക. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ, ദുരിതങ്ങളും ചില മ്ലേച്ഛ പാപങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എസെക്കിയേൽ പറയുന്നത്, ഈ എൻ്റെ പ്രയത്നമെല്ലാം വിഫലമാണ്, അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല, നിൻ്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിൻ്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. അതായത് മ്ലേച്ഛത ഒരു അശുദ്ധിയാണ്, അത് വലിയൊരു തിന്മയായിട്ടാണ് ബൈബിൾ പറഞ്ഞത്. ഒത്തിരി ചില മക്കളൊക്കെ വ്യഭിചാരം, സ്വയം ഭോഗം, സ്വവർഗരതി, ബ്ലൂ ഫിലിം, ഇതിന് അഡിക്റ്റായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ജീവിതങ്ങളിലേക്ക് ഒരുപാട് തകർച്ചകൾ വരുമെന്ന് ബൈബിൾ പറയും, ഒരുപാട് ദുരന്തങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ചില യുവതികളൊക്കെ ധ്യാനിക്കാൻ വരുമ്പോൾ കാണാൻ പറ്റും ഇത്തരം തിന്മയ്ക്കകത്ത് ഇവർ കിടക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ ജോലി തകർന്നു, ഇവിടെ വിവാഹ പ്രശ്നങ്ങൾ, കല്യാണം കഴിച്ച് ഇതെന്താ കഴിഞ്ഞ തലമുറയിലൊന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നല്ലോ, ഇതെന്താ എല്ലാ കുടുംബങ്ങളും ചെറുപ്പക്കാർ, അവന് ബുദ്ധിമാനായിരിക്കാം, ഡോക്ടറാണ്, എൻജിനീയറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്യാണം കഴിഞ്ഞു 1 വർഷം 2 വർഷം കഴിയുമ്പോഴേ ഭാര്യയെക്കുറിച്ച് സംശയം, ഭാര്യയ്ക്ക് വേറെ കൂട്ടുകെട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണക്ഷനുണ്ട്, വാട്സാപ്പിലൂടെ കണക്ഷനുണ്ട്, അല്ലെ ഭർത്താവിന് വേറെ കണക്ഷനുണ്ട്, ഉടനെ ഡിവോഴ്സിലേക്ക് പോവുക. എന്ത് കാരണം? എന്താ ഈ തകർച്ചയുടെ ശരിക്കുള്ള കാരണം അറിയാമോ? ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന തിന്മയുടെ ആസക്തികൾ. ഹോശേയ 5:4 പറയും, വ്യഭിചാരമെന്ന ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുക. ആ തിന്മയുടെ അറിവ്. അപ്പോൾ എപ്പോഴും ഈ ഒരു അശുദ്ധമായ ചിന്ത വരിക. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുപാട് തകർച്ചകൾ കൊടുക്കാറുണ്ട്, ദുരിതങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ എത്ര തകർച്ച സംഭവിച്ചാലും, എത്ര വേദനകളും ദുരന്തങ്ങളും സംഭവിച്ചാലും തമ്പുരാനിലേക്ക് തിരിച്ചു വരാതെ ചില ആളുകൾ ഈ മേഖലയിൽ തന്നെ കഴുത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലയളവിൽ ഇത്തരം മേഖല, അത് വിശുദ്ധിക്കെതിരായ പാപത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് ഒരുപാട് തകർച്ചകൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അവർ പോകുന്ന
പരിപാടികൾ, ഒരു അനർത്ഥങ്ങൾ കാണുന്നു. ഒത്തിരി മക്കളൊന്നും എന്നോട് പങ്കുവയ്ക്കുന്ന കാര്യം അതുകൊണ്ട് പറയാം, അച്ഛാ പ്രാർത്ഥിക്കണം അച്ഛാ, ഈ ഒരു ബന്ധനം അടിഞ്ഞു പോകാൻ വേണ്ടി അശ്വ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തീരുന്നു. അവർ തന്നെ പറയുക, അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നു, എല്ലാത്തിനെയും ബാധിക്കുക. ബൈബിളിൽ കാണാം. ഇത് ബൈബിളിൽ വ്യഭിചാരം, പഴയ നിയമത്തിൽ വ്യഭിചാരം പറയുമ്പോൾ ഈ 6-ാം പ്രമാണ ലംഘനം മാത്രമല്ല, 1-ാം പ്രമാണ ലംഘനം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം, അതായത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിന് പഴയ നിയമം പറയുന്നത് അതൊരു വ്യഭിചാരമെന്ന് തന്നെയാണ്. ഏകദൈവ വിശ്വാസം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ ഏകദൈവം, അതും വലിയ അർത്ഥമാണ്. ഏകദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏകദൈവ വിശ്വാസമുള്ളവന് മാത്രമേ ഏക ഭാര്യ ഉണ്ടായിരിക്കുകയുള്ളൂ, ഏക ഭർത്താവ് ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലാത്തവനെല്ലാം പലതിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതായത് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അധാർമികത വന്ന് കുടിയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ പാപത്തോടും കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. എൻ്റെ സുഖമാണ് വലുത്, എൻ്റെ സന്തോഷമാണ് വലുത്, ശരീരത്തിൻ്റെ ആനന്ദമാണ് വലുത് എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പരക്കം പോയി ചില ഫ്രണ്ട്ഷിപ്പുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന പണം മുഴുവൻ ആ വഴിക്ക് പോകും, എല്ലാം നഷ്ടപ്പെടും, രോഗങ്ങൾ വരും. അവനോ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടാവും. സ്വന്തം വീട്ടിൽ വരുമ്പോൾ അപ്പനോടും അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യ, ഭാര്യയുടെ ദേഷ്യ, പള്ളിയിൽ പോകുന്നവരോട്, പ്രാർത്ഥിക്കാൻ പോകുന്നവരോട്, ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ ഭയങ്കര വിദ്വേഷം. കാരണം ഈ തിന്മയുടെ അരൂപികൾ ചില മക്കളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെല്ലാത്തിനെയും എതിർക്കുക, വിശ്വാസത്തെയും എല്ലാത്തിനെയും എതിർക്കുന്നത് കാണാൻ പറ്റും. ഈശോമിശിഹായ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റും, സഭയ്ക്കെതിരെ സംസാരിക്കുന്നത് കാണാൻ പറ്റും, കൂദാശകൾക്കെതിരെ സംസാരിക്കുന്നത് കാണാൻ പറ്റും, വൈദ്യരൊക്കെ പരിഹസിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഈ തിന്മയുടെ അരൂപി അത്ര ശക്തമാണ്. അതാണ് ഹോശേയ 5:4 വചനം പറയും, തങ്ങളുടെ പ്രവർത്തികൾ തങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവർ കുടികൊള്ളുന്നു, അവർ ദൈവത്തെ അറിയുന്നില്ല. എസെക്കിയേൽ പുസ്തകത്തിൻ്റെ 23:35 വചനം പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. ശരിക്കും അതായത് ദൈവത്തെ തള്ളി പറയുമ്പോൾ, ദൈവവചനത്തെ തിരസ്കരിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി പണം, പേര്, പെരുമ, പ്രശസ്തി, സ്ഥാനമാനം, വിദ്യാഭ്യാസം, നേട്ടം, അതാണ് വലുത്. അതിന് മുമ്പിലെല്ലാം ജീവിത വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധിയൊക്കെ കളയുക. ഒത്തിരി മക്കളുണ്ട് ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് ഒത്തിരി വളരുന്നു. പലരുടെയും ഭൗതിക വളർച്ച നോക്കണം. ആ ഭൗതിക വളർച്ചയുടെ പിന്നിൽ ഒരു കാര്യമുണ്ട്, അവരുടെ ആത്മാവിനെ ഒരു വിറ്റത. സ്വർഗം വേണ്ടെന്ന് വെച്ചവരാ അവര്, വിശ്വാസം വിറ്റവരാണ്. അവിടെ വിശ്വാസം വിറ്റാലേ ഇതുപോലെ വളരാൻ പറ്റുള്ളൂ. വഴിവിട്ട മാർഗങ്ങളോട് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് പലരും ഉയർന്ന് ലോകത്ത് വലിയ വലിയ ആളുകളായിട്ട് നിൽക്കുമ്പോൾ അവരോർക്കണം, അവർ പലരും വളർന്നതിൻ്റെ പിന്നിൽ അവരാത്മാവിനെ വിറ്റു. അവർ ദൈവം തന്ന ആത്മാവിനെ വിറ്റവർ അതിൻ്റെ വളർച്ചയല്ല നോക്കിയത്, ശരീരത്തിൻ്റെ വളർച്ച നോക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, നമ്മളിൽ ആത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്. അതായത് ശരീരം, മനസ്സ്, ആത്മാവ്, പരിശുദ്ധാത്മാവ്. അതായത് ബോഡി, മൈൻഡ്, സോൾ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഈ 4 ഉണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ മനുഷ്യാത്മാവുണ്ട്. അപ്പോൾ അത് വളരണം. ഇന്ന് പലരെ അത് വളരുന്നില്ല, ശരീരമേ വളർന്നു. ശരീരം വളർന്നു നിൽക്കുന്ന പല ആളുകളുടെയും ആത്മാവ് വളർന്നിട്ടില്ല. ഈശോ അത്തിവൃക്ഷത്തെ നോക്കി ശപിക്കുന്നില്ലേ? അത് കാരണം എന്താ? അതിൽ ഫലങ്ങൾ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഈശോ വഴിയെ നടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് വിശന്നു. അപ്പോൾ ഈശോ നോക്കിയപ്പോൾ ഒരു അത്തിമരം കണ്ടു, അതിൻ്റെ അടുത്തപ്പോൾ അതിന് ഫലമില്ലായിരുന്നു. ഉടനെ ഈശോ അത് ശപിച്ചെന്നാണ് പറയുന്നത്. ശപിക്കും. അതിനുശേഷം പിന്നീട് കണ്ടുമുട്ടുന്നത് അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും ഇന്നൊരു കാലഘട്ടത്തിൽ, അതായത് ഈ ഭൗതികമായ വളർച്ച, ആത്മാവ് വളരാതെ ഭൗതികമായ വളർച്ച, അതിനെയൊക്കെ നോക്കി ദൈവം ശപിക്കുമെന്ന് പറയുന്നത്. ഭൗതികമായ നേട്ടങ്ങളെ മാത്രം നോക്കുമ്പോൾ ശപിക്കും. അതാണ് നമ്മളൊക്കെ ചില പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങ് വളർന്നങ്ങ് പൊങ്ങിയിട്ട് പിന്നെ അതങ്ങ് കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ചില വലിയ കുടുംബങ്ങളൊക്കെ അതങ്ങ് ഉയർന്നിട്ട് അത് കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതിൽ ഫലം, ആത്മാവ് വളർന്നിട്ടില്ല. അതിൻ്റെ 10 നില കെട്ടിടം ഉണ്ടെങ്കിൽ ആ 10 നിലയോളം ആത്മീയ ജീവിതം വളർന്നിട്ടില്ല. പലപ്പോഴും ആത്മാവിനെ വിറ്റാണ് ഈ വളർച്ച മുഴുവൻ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അശുദ്ധിയോട് വിട പറയണം. റോമാലേഖനം 12:1-2-3 വചനം പറയുന്ന പോലെ, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ
ആത്മാർത്ഥമായ ആരാധന. അവിടെ ശരീരത്തിൻ്റെ വളർച്ചയെ മാത്രം നിങ്ങൾ വില കൊടുക്കരുത്, ആത്മീയ വളർച്ചയ്ക്ക്. അതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഓടിയ ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് പറ്റിയ പ്രശ്നം. ചെന്നിട്ടങ്ങ് വളർന്നു, വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളൊക്കെ ആയി, വാഹനങ്ങളൊക്കെ ആയി. അവിടെ ശരീരമാണ് അത്തിവൃക്ഷം വളർന്നു പോലെ നല്ല ഇളപടർപ്പുള്ള, നല്ല കാണാവുന്ന, എവിടെ നോക്കിയാലും കാണാവുന്ന ഉയരത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷം. പക്ഷേ ദൈവം അടുത്ത് നോക്കുന്നത് അവൻ്റെ ആത്മാവ് വളർന്നോ നോക്കുന്നത്, ഫലം വളർന്നോ, അഭിഷേകം ഉണ്ടായിട്ടുണ്ടോ, അത് വളർന്നിട്ടില്ല. അതോടെ അതിനെ നേരെ നോക്കി ശപിക്കുന്നത് കാണാൻ പറ്റും. അതോടെ അത് മുഴുവൻ കൊഴിഞ്ഞ് താഴെ വീഴുന്നത് കാണാൻ പറ്റും. അതാണ് പല വലിയ പാരമ്പര്യ കുടുംബങ്ങളൊക്കെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിന് കാരണം ഏതാ? വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, ദൈവത്തിന് പ്രാധാന്യം, ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഒരു ആത്മാവിന്. പ്രിയപ്പെട്ട മക്കൾ, നമുക്ക് മരണമെന്നൊരു വിളി വരും. എവിടെ വെച്ചോ ദൈവം നമ്മെ വിളിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഈ രാത്രി വേണം നമ്മൾ മരിക്കാം, ഏത് സമയം നമുക്ക് അപകടമുണ്ടാകും, ഏത് സമയത്ത് വേണം നമുക്കൊരു മരണമുണ്ടാകാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ അത്തിവൃക്ഷം അതങ്ങ് കൊഴിഞ്ഞു പോവുക. എത്ര വലുതാണെങ്കിലും ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് കൊഴിഞ്ഞു വീഴുക. പിന്നെ നമ്മുടെ ശരീരം ചെയ്യാൻ തുടങ്ങുക എന്നൊക്കെയുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആത്മാവ് വളർന്നു നിൽക്കണം. ശരീരം കൊഴിഞ്ഞു പോയാൽ ചില കൊണ്ട് അത് വിശുദ്ധരുടെ ഗുണത്, അവിടെ ശരീരം കൊഴിഞ്ഞു പോയാലും അവർക്ക് യാതൊരു വിഷമവും ഇല്ല. കാരണം അവരുടെ ആത്മാവ് അതിന് മുകളിലേക്ക് വളർന്നിരിക്കുക, അവിടെ ആത്മീയ ജീവിതം വളർന്നിരിക്കുക, അവർ ദൈവത്തിലേക്ക് ഉയർന്നിരിക്കുക. ആ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിലുള്ള ആ തെറ്റായ ബോധ്യം മാറ്റുക, അശുദ്ധിയോട് വിട പറയുക. ഒരുപാട് മക്കളുണ്ട് അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ. അതൊന്നും മാറണം മക്കളെ. നമ്മളിതല്ല വളർച്ച, ഈ കാണുന്നതും വളർച്ചയല്ല, ഇതൊക്കെ തകർച്ച. ഒരു അത്തിവൃക്ഷങ്ങൾ ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അതേ നോക്കിയാണ് സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന് കൊടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും എന്ന് പറയുന്നത് അതേ നോക്കിയാണ്. അതാണ് ഈ കാലഘട്ടങ്ങൾ കാണാൻ പറ്റും. അവിടെ നമ്മുടെ ആത്മീയ വളർച്ച, ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ നിലനിൽപ്പ്, അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതിൽ വേറൊന്നിനുമല്ല സ്ഥാനം കൊടുക്കേണ്ടത്, ആത്മാവിൻ്റെ നിലനിൽപ്പ്. അതിനുവേണ്ടി എന്താ? ഈശോയുമായിട്ടുള്ള ആത്മബന്ധം, വചനാധിഷ്ഠിതം ജീവിക്കണം. വചനം നമ്മൾ കേൾക്കുന്നവർ മാത്രമാകരുത്. അതായത് മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ വചനം, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവൻ അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ വചനം കേട്ടിട്ട് പോകരുത്. പിന്നെ ശുശ്രൂഷ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ വചനം, ഈശോയെ അംഗീകരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. നമ്മൾ അവൻ്റെ വചനം വായിക്കണം, ആ വചനാധിഷ്ഠം ജീവിക്കണം, അങ്ങനെ ആത്മാവിനെ വളർത്തിയെടുക്കണം. അല്ലാണ്ട് ജഡത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറരുത്. അതുകൊണ്ടാണ് ഇവിടെ എസെക്കിയേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വചനം, എൻ്റെ പ്രയത്നം വിഫലമാണ്, അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല, നിൻ്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. അതാണ് 23-ാം അധ്യായം, പ്രഭാഷകൻ 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ അശുദ്ധ പാപങ്ങൾക്ക്, അതായത് ശരീരത്തിൻ്റെ ദാഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല. എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആ തിന്മ വിട്ടുപോകുകയില്ലെന്നാണ് പഠിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 23:16 മുതലുള്ള വചനം, 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, 3-മതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാ, ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കില്ല, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 23-24-25 വചനങ്ങൾ, വലിയൊരു വചനം, 21 മുതലുള്ള വചനങ്ങൾ. ഈ മനുഷ്യൻ നഗരവീഥികൾ വെച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുകയോ ചെയ്യില്ല. ജഡിക പാപങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. സുവിശേഷം മുഴുവൻ പറഞ്ഞത് ജഡിക പാപങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ഇത് ഒത്തിരി മക്കൾ വളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആത്മീയ വളർച്ചയുണ്ടോ നോക്കുക. ഭൗതിക വളർച്ച മാത്രം, അതായത് ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ ചിന്തിക്കുക. നമ്മുടെ കുടുംബങ്ങൾ അതാണ് ഇത് കൊഴിയുന്നത്. മക്കൾ എന്തേറെ വളർന്നാലും, അവന് ഫുൾ A+ കിട്ടിയാലും, അവൻ എഞ്ചിനീയറിങ്ങിന് ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടിയാലും ശരി, എന്ത് കിട്ടിയാലും ശരി,
അവൻ്റെ ആത്മാവ് വളർന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തനിയേ കൊഴിഞ്ഞ് താഴെ പോവും. അതിൻ്റെ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അതിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഇന്നത്തെ വചനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നേടിയെടുക്കുക, എല്ലാ മ്ലേച്ഛതകളോടും വിട പറയുക, അനുതാപത്തിൻ്റെ കണ്ണുനീരൊടുക്കുക, അങ്ങനെ കർത്താവിൻ്റെ കൃപാവരത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ദൈവം നിൻ്റെ മേൽ കൃപയൊടുക്കി തരും. ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ഭൗതികമായിട്ട് വളർന്നില്ലല്ലോ, സാരമില്ല, ആത്മാവ് നശിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? നിനക്കൊരു കാരണം ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അഗ്നിയാകുന്ന അത്തിവൃക്ഷം അത് ഇല കൊഴിഞ്ഞ് താഴെ പോകുകയല്ലേ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ആത്മാവ് വളർന്ന് ഉയർന്നു നിൽക്കണം. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും കൃപയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പുണ്യപ്രവർത്തികളുടെയും നന്മപ്രവർത്തികളുടെയും ഒരു ജീവിതം നയിക്കാൻ, ഈശോയോട് ചേർന്നുള്ള ജീവിതം നയിക്കാൻ, ഈശോ പറയുന്ന തോതിലുള്ള വിശുദ്ധി നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള വലിയ കൃപ തരണമേ നമുക്ക് ദൈവത്തോട് ഈ ആരാധന സമയത്ത് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കും. ദൈവമേ, അസംഖ്യം സഹനങ്ങളും തകർച്ചകളും പീഡനങ്ങളും അനുഭവിക്കുന്ന കർത്താവ്, അങ്ങനെ ആശ്രയിക്കുന്നു. നമ്മുടെ വേദനകൾ അങ്ങയോടല്ലാതെ മറ്റവരോടാണ് ഞങ്ങൾ പറയുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തിലുള്ള കെട്ടഴിയട്ടെ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ, പൈശാചിക ബന്ധനം അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് ഉപേക്ഷിക്കരുത്. കുടുംബങ്ങളിൽ സമാധാനം പറയട്ടെ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ തന്നെ ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിലേക്ക് കൃപയായിട്ട് ഇറങ്ങിച്ചെല്ലണമേ, സൗഖ്യമായിട്ട് കടന്നണമേ, ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ, വിവാഹത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധരായ മാതാപിതാക്കളെ വിശുദ്ധിയിലേക്ക് എല്ലാ മാതാപിതാക്കളെ ഉയർത്തണമേ. വിശുദ്ധിയിലേക്ക് വരാനുള്ള, വിശ്വാസത്തിലേക്ക് വരാനുള്ള വരം എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും നൽകണമേ. എല്ലാ മക്കളും അദൃശ്യനായ അങ്ങയെ കണ്ട് അനുഭവിക്കാൻ ഇടപെടുത്തണമേ. തടസ്സം അടിക്കട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ അരുവികൾ കൽപ്പിക്കുന്നത് നെയിം ഓഫ് ദി ഫാദർ, സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട്. നാമത്തെ ബന്ധിച്ച് പുറത്താക്കുന്നു. കെട്ടഴിഞ്ഞു പോകട്ടെ, തടസ്സം അടിക്കട്ടെ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ, ചങ്ങലകൾ പെട്ടു പോകട്ടെ, രോഗങ്ങളെ ബന്ധിക്കുന്ന നാമത്തിന്, സാത്താന്റെ ശക്തികളെ ബന്ധിക്കുന്നു, പാപശക്തികൾ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ ബന്ധിക്കുന്നു, അസ്വസ്ഥതകളെ ബന്ധിക്കുന്നു, എല്ലാം ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. കർത്താവിനെ ആരാധിക്കുക. ഈ സമയത്ത് വിഷയം കിട്ടുന്നു. ഒന്ന് ആരാധിക്കട്ടെ, നിൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. അനുഗ്രഹം വ്യാപരിക്കട്ടെ, എല്ലാ മക്കൾക്കും കിട്ടട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ശക്തി ശക്തി, പവർ പവർ പവർ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, അനുഗ്രഹം വ്യാപിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളുടെ മേലും. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ലോകം മുഴുവന്റെ മേലും കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകത്തിന് മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. മരണത്തെ ജയിച്ചവനേ,
ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പവർ anointing, അഭിഷേകമേ ആവരിക്കട്ടെ. തടസ്സങ്ങൾ മുഴുവൻ നീങ്ങി പോകണം. ഓടിക്കിടക്കുന്നു.